അനധികൃത മണൽക്കടത്ത് പിടികൂടാനെത്തിയ പോലീസിന്റെ വണ്ടി ഇടിച്ചു തെറിപ്പിച്ചു. പോലീസിന്റെ സ്കൂട്ടറിന് മുകളിലൂടെ വാഹനം കയറ്റി തകർത്തു. 4 പേർക്കായി വലവീശി എടവണ്ണ പോലീസ്. എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളിമുക്ക് കടവിലാണ് പോലീസിന് നേരെ ആക്രമണമുണ്ടായത്. പെരകമണ്ണ പള്ളിമുക്ക് കടവിൽ നിന്നും അനധികൃതമായി മണൽ കടത്തുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഘം രാത്രി 11:30 ഇവരെ പിടികൂടാൻ സ്ഥലത്തെത്തിയത്. നൈറ്റ് പെട്രോളിംഗിനായി സ്കൂട്ടറിലാണ് CPO ഷബീർ അലി പരിശോധനയ്ക്കായി കടവിലെത്തിയത്. ഇതിനിടയിലാണ് കടവിലുണ്ടായിരുന്ന മണൽക്കടത്ത് സംഘം അക്രമം നടത്തിയത്. സ്കൂട്ടറിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ റോഡിന്റെ വശത്തേക്ക് ചാടി മാറുകയായിരുന്നു. പിന്നീട് സ്കൂട്ടറിന് മുകളിലൂടെ മണൽക്കടത്ത് വാഹനം ഓടിച്ചു കയറ്റി. സ്കൂട്ടർ തകർന്ന നിലയിലാണ്. CPO ഷബീർ അലിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇവരെ ഉടൻ പിടികൂടുമെന്നും സ്റ്റേഷൻ SHO E. ബാബു പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ പരിധി കഴിഞ്ഞ ദിവസം പോലീസിനെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസം നൈറ്റ് പെട്രോളായിരുന്നു. ആ സമയത്ത് മണൽ കടത്തുന്നതായി ഒരു ഇൻഫർമേഷൻ കിട്ടി. ഞാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥൻ ഷബീർ അലിയെ ഒരു ബൈക്കിനകത്ത് സംഭവ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. പോലീസ് സ്ഥാനത്തിൽ പോയാൽ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള അറിവോടുകൂടിയാണ് ബൈക്കിൽ പറഞ്ഞു വിട്ടത്. ബൈക്ക് കടവിലേക്ക് പള്ളിമുക്ക് കടവിൽ ചെന്ന സമയത്ത് തന്നെ ബൈക്കിന് ഓപ്പോസിറ്റായിട്ട് പെട്ടെന്ന് ഈ ടിപ്പർ ലോറി മണൽ നിറച്ച് എടുക്കുകയും ബൈക്കിനെ തട്ടി അതിന്റെ പുറത്തുകൂടി ടിപ്പർ ഓടിച്ചു പോവുകയും ചെയ്തു. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ ബൈക്കിൽ നിന്ന് ചാടിയത് കൊണ്ടാണ് നിസ്സാര പരിക്കോടുകൂടി രക്ഷപ്പെട്ടത്. എടവണ്ണ സ്റ്റേഷനിലെ പോലീസ് ഓഫീസർ K. ഷബീർ അലിക്ക് സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സംഘത്തിലെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും സംഭവത്തിന് ശേഷം ഒളിപ്പിച്ച മണൽക്കടത്ത് വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു. വാഹനത്തിലുണ്ടായിരുന്ന ഇരുവേറ്റി സ്വദേശി ഷെഫീഖിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,